വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ഫോറൻസിക് നടപടികൾ പൂർത്തിയാക്കി ഉടൻ വനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. ഊട്ടി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. മുണ്ടിക്കൽ താഴത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഹേമചന്ദ്രനെ 15 മാസം മുൻപാണ് കാണാതായത്. കമൽ വിവരങ്ങളുമായിട്ടുണ്ട്. കമൽ, എന്തൊക്കെ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു? എന്താണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എത്ര ദൂരെയാണ് കാട്ടിൽ നിന്ന്? ഇവിടെ ഒരു 3-3.5 കിലോമീറ്റർ ഉള്ളിലാണ്. അത് ഉള്ളിലേക്ക് പോകണം. കാണാൻ പറ്റുന്ന ദൂരത്തിലാണ്. കാണാൻ പറ്റുന്ന കുറെ ഇങ്ങനെ കറങ്ങിയടിച്ച് പോകണം. കുറെ ദൂരമാണ്. പക്ഷെ എന്തായാലും അവിടെ നിന്ന് നടന്നെത്താൻ പ്രയാസമുള്ള സ്ഥലമാണ്. പക്ഷേ എത്ര ദൂരെയായിരുന്നു മൃതദേഹം? ഒരു 300 വീടിന്റെ അടുത്ത്. 300 വീടിന്റെ അടുത്തുണ്ടായിരുന്നു. അഴുകിയിരുന്നോ? ഇല്ല, അഴുകിയില്ല. അഴുകിണ്ടായിരുന്നു. കമൽ, ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഊട്ടി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ഊട്ടി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മൃതദേഹം എടുക്കുന്നതിന് സമയത്ത് ഈ മൃതദേഹം 1.5 വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അഴുകിയിട്ടുണ്ടാകുമെന്നാണ് കരുതിയത്. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ആ സ്പോട്ടിൽ നിന്ന് തന്നെ പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ മൃതദേഹം പുറത്തെടുത്തപ്പോൾ അത് ഇവർ ആശങ്കപ്പെട്ടിരുന്നത് അത്രയും അഴുകിയ നിലയിലായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുന്നത്. ഈ പ്രതികളിൽ ഒരാളായ അജീഷാണ് പോലീസിനൊപ്പം എത്തിയത്. പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ അജീഷാണ് കൃത്യമായി ഈ സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് കൃത്യസ്ഥലത്ത് തന്നെ കുഴിച്ച് നല്ലോണം താഴ്ത്തിയാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് എന്ന് പറയുന്ന ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമാണ് വനത്തിനുള്ളിൽ. അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ സാന്നിധ്യം തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൃതദേഹം ഇത്രയും നാളായിട്ടും അത്രയധികം അഴുകാത്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഊട്ടി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ. കൂടുതൽ കാര്യങ്ങൾ കമ്മീഷൻ അല്ല പോസ്റ്റ്മോർട്ടം നടപടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ഊട്ടി മെഡിക്കൽ ഏകദേശം തിരിച്ചറിയാൻ പറ്റുന്നു. പക്ഷേ നമുക്ക് ഇത്ര കലപ്പഴങ്ങുന്ന ബോഡിയാണ്. അതിന് കാര്യങ്ങൾ നമുക്ക് നോക്കിയേ പറയാൻ പറ്റൂ. മറ്റു കാര്യങ്ങൾ കൂടുതലായിട്ട് മറ്റു പ്രധാന കാര്യങ്ങൾ കമ്മീഷൻ അദ്ദേഹം വെരിഫിക്കും. പോലീസിന്റെ പ്രതികരണം കൂടിയാണ് കേട്ടത്. കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. കമൽ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ പോലീസ് നൽകുന്ന ഇപ്പോൾ സംസാരിച്ചത് കോഴിക്കോട് നിന്നുള്ള പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ്. അദ്ദേഹം പറയുന്നത് ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കും എന്നാണ് പറയുന്നത്. ദിവിഷ്, കമൽ, 1.5 വർഷം മുൻപാണ് കാണാതാകുന്നത്. പക്ഷെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അഴുകിയ നിലയിലൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ 1.5 വർഷം മുൻപ് തന്നെ കൊലപാതകം നടന്നു എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? വലിയ ഒരു കേസിന്റെ 2024 മാർച്ച് 20-നാണ് ഈ ഹേമചന്ദ്രനെ കാണാതാകുന്നത്. ഏപ്രിൽ 1-നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് ഹേമചന്ദ്രൻ. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊലപാതകമാകാമെന്ന നിഗമനത്തിലെത്തുന്നത്. അങ്ങനെയാണ് ബത്തേരി സ്വദേശികളായ അജീഷിനെയും ജ്യോതിഷിനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. അവരെ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അവരുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ചേരമ്പാടി കാപ്പിക്കാട് എന്ന സ്ഥലത്തെ വനമേഖലയിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ട് എന്ന് അവർ മൊഴി നൽകുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രതി അജീഷ് ഈ വാഹനത്തിലാണുള്ളത്. അജീഷിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നത്. അജീഷിനെയും ജ്യോതിഷിനെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. അതിൽ അജീഷിനെയാണ് തെളിവെടുപ്പിനായി ഇവിടേക്ക് കൊണ്ടുവന്നത്, മൃതദേഹം കണ്ടെത്താനായി കൊണ്ടുവന്നത്. അജീഷിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റൊരു പ്രതി ജ്യോതിഷും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 3 പ്രതികളാണ് കേസിലുള്ളതെന്ന് പറയുന്നു. ഒരു പ്രതി വിദേശത്തേക്ക് കടന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. അതിനിടയിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഒരു പെൺ സുഹൃത്താണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് എന്ന് പറയുന്നു. മാർച്ച് 20-ന് 2024 മാർച്ച് 20-നാണ് കാണാതാകുന്നത്. ഏപ്രിൽ 1-നാണ് പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം കേസന്വേഷണം ഏറ്റെടുക്കുന്നു. തുടർന്നാണ് അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്.
എന്തായാലും ഈ പ്രതി അജീഷ് കാണിച്ചു കൊടുത്ത സ്ഥലത്തു നിന്ന് തന്നെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലപ്പഴക്കമുണ്ടെങ്കിലും വലിയ രീതിയിൽ മൃതദേഹം അഴുകിയിട്ടില്ല എന്നാണ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ആണെങ്കിലും മറ്റ് ഇതോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ഒക്കെ പറയുന്നത്. അതുകൊണ്ടാണ് മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഫോറൻസിക് ടീം പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഈ സ്പോട്ടിൽ നിന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമാണെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് കേരള പോലീസിന് കൈമാറും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് മൃതദേഹം കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെയാണ് നടത്തേണ്ടത്. അതിനായി ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളത്. ശരി ശരി, കമലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. 15 മാസം മുൻപ് കാണാതായ ഹേമചന്ദ്രൻ എന്നയാളുടെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് മറ്റു നടപടികൾക്കായി മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്.